വലിയ കണ്ണെത്താത്ത ദൂരത്തോളം വെള്ള നിറത്തിൽ മഞ്ഞ് മലകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ കൊണ്ട് നിർത്തി ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് ഒരു ഇമേജ് ഓർമ്മ വന്നത്, ഞങ്ങളുടെ സ്കൂളിനടുത്ത് എപ്പോഴും ഒരു ഐസുകാരൻ വരും. ഈ ഐസുകാരൻ വരും, ഉച്ചയ്ക്ക് 1 മണിക്കൂർ ചോറുണ്ടുന്ന സമയത്ത് ഇയാൾ ഐസ് വിൽക്കും പോകും. സ്കൂൾ കലോത്സവത്തിൻ്റെ അന്ന് ഇയാൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ നിൽക്കുകയാണ്. അപ്പോൾ ബസ്സിൽ വന്ന് പോകുന്ന കുട്ടികളുടെ ചില്ലറ പൈസയൊക്കെ ഉണ്ടാവും. ഞാൻ നടന്നു പോകാവുന്ന ദൂരത്തിലാണ് സ്കൂള്. പിന്നെ എന്തോ വീട്ടിൽ നിന്ന് പൈസ എടുത്ത് അങ്ങനെ ഐസ് മേടിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല. അപ്പൊ രാവിലെ തൊട്ട് ഇയാൾ ഇങ്ങനെ ഐസ് കോരി കോണിട്ട് നിറച്ച് കൊടുക്കുകയാണ്. ഇത് വൈകുന്നേരം 3 മണിയായിട്ട് ഇയാളുടെ ബാഗിന്റെ പെട്ടി തീർന്നിട്ടില്ല. ഇയാൾ ഇങ്ങനെ ഇളക്കുന്നുണ്ട്, എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു 2 മണിക്കൂറോളം അവിടെ നിന്ന് ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചു, ഒരെണ്ണം വേണോന്ന് ചോദിച്ചു എന്നോട്. നല്ല മനുഷ്യനായതുകൊണ്ട് എന്തെങ്കിലും കുട്ടി ഐസ് ആഗ്രഹിച്ച് നിൽക്കുന്നതാണോ നമുക്ക് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അതിൻ്റെ അകം ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഇയാള് എന്നെ എടുത്തു പൊക്കിയിട്ട് ഇതിനകം കാണിച്ചു തരികയും ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭൂതി വളരെ വലുതായിരുന്നു. ഞാൻ അന്നേ ഒരു അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതിയാണ് ആ ഐസ്ക്രീം ഒന്നിച്ച് കണ്ടപ്പോൾ കിട്ടിയത്. അതന്ന് നമ്മൾ അനുഭവിച്ച് വിട്ടതാണെങ്കിലും പിന്നീട് ഒരു 20-25 വർഷത്തിന് ശേഷം സ്വിറ്റ്സർലാൻഡിൽ മഞ്ഞോല നിൽക്കുമ്പോൾ എനിക്ക് ഈ സാധനം തലയിൽ അടിക്കുകയാണ്. ഞാൻ പിന്നെ കുറെ നേരം സൈലന്റ് ആയിപ്പോയി. അതാണ് അതിലുള്ള ഒരു കഥ. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിൽ ചിരി തരുന്ന